നമസ്കാരം. CPM-ന്റെ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ്, അതുപോലെ തന്നെ സ്ഥലം ഇടപാടുകൾ, പാർട്ടി ഓഫീസ് പണിയാനുള്ള ഫണ്ട് വെട്ടിപ്പ്, പയ്യന്നൂർ MLA TI മധുസൂദനൻ അയാളും അയാളുടെ കുറെ ആളുകളും ചേർന്ന് നടത്തിയ ലക്ഷങ്ങളുടെ കോടികളുടെ വെട്ടിപ്പ് വെട്ടിത്തുറന്ന് പറഞ്ഞത് വി കുഞ്ഞികൃഷ്ണൻ എന്ന മുൻ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിനെതിരെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കുറെ ആരോപണങ്ങൾ, അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണനെ അപമാനിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം MV ജയരാജൻ അദ്ദേഹത്തിനെതിരെ ആരോപിച്ചത്. പറഞ്ഞ കണക്കുകളൊക്കെ കള്ളക്കണക്കുകളാണ്. വ്യക്തമായി തന്നെ എല്ലാവർക്കും മനസ്സിലായി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്, അദ്ദേഹം ഫാക്റ്റുകൾ വെച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന്. ഇത് മനസ്സിലാക്കിയവരിൽ പയ്യന്നൂരെയും കണ്ണൂരെയും കേരളത്തിലെയും സഖാക്കളുമുണ്ട്. പക്ഷേ അവർക്ക് പലപ്പോഴും പ്രതികരിക്കാൻ പറ്റാറില്ല. കുഞ്ഞികൃഷ്ണനെതിരെ അതിക്രമങ്ങൾ അഴിച്ചുവിട്ടും പടക്കം പൊട്ടിച്ചും പ്രകടനം നടത്തിയുമൊക്കെ ചില സഖാക്കൾ തങ്ങളുടെ ആ ഒരു കോപമൊക്കെ തീർക്കുകയാണ്. പക്ഷേ ഇതാ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും ഒക്കെ ചില ഓർഡറുകൾ, ഉത്തരവുകൾ ഇറങ്ങിയിരിക്കുന്നു. വി കുഞ്ഞികൃഷ്ണനെതിരെ ഇത്തരത്തിൽ പ്രകടനം നടത്താനും മുദ്രാവാക്യം വിളിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും ഒന്നും പോകരുത് തൽക്കാലം എന്ന ഒരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് 50 കൊല്ലത്തിലധികം, അരനൂറ്റാണ്ടിലധികം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ധീരനായ സഖാവ് തന്നെയാണ് വി കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹത്തിനും ഒരുപാട് അണികളുണ്ട്, അദ്ദേഹത്തെ വിശ്വസിക്കുന്നവരുണ്ട്, അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവരുണ്ട്. അതുകൂടാതെ സാധാരണ ജനങ്ങൾക്കുമൊക്കെ അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. അദ്ദേഹം ഈ പാർട്ടിയിൽ പെട്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സത്യസന്ധനായ ഒരു പൊതുപ്രവർത്തകനായിട്ടാണ് വി കുഞ്ഞികൃഷ്ണന്റെ ചരിത്രം സൂചിപ്പിക്കുന്നത്. കുഞ്ഞികൃഷ്ണനെതിരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയാൽ, ഇതുപോലെ പടക്കം പൊട്ടിയിലും മുദ്രാവാക്യം വിളികളും പോസ്റ്റർ ഒട്ടിക്കലും ഒക്കെ നടത്തിയാൽ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലാകമാനം CPM-ന് വലിയ തോതിൽ അത് തിരിച്ചടിയായി മാറും എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ടാണ് എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടതാണോ എന്നറിയില്ല. എന്തായാലും ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വെടിയൊച്ചകൾ മുഴങ്ങുന്നില്ല, ഇദ്ദേഹത്തിനെതിരെ ഭീഷണികൾ ഇല്ല, ഇദ്ദേഹത്തിനെതിരെ പ്രകടനങ്ങളില്ല, പോസ്റ്ററുകളില്ല, ലഘുലേഖകളില്ല, ഒന്നുമില്ല എന്നതാണ് കണ്ണൂർ ജില്ലയിലെ ഇപ്പോഴത്തെ അവസ്ഥ. കാരണം വി കുഞ്ഞികൃഷ്ണനെ ഇവർക്ക് ഭയമാണ്. വി കുഞ്ഞികൃഷ്ണൻ എന്നല്ല, സത്യം തുറന്നു പറയുന്ന ആരെയും ഇവർക്ക് ഭയമാണ്, ഇവർ പേടിക്കും. കാരണം ഇവരുടെ കയ്യിൽ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളും തട്ടിപ്പും വെട്ടിപ്പും മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ തട്ടിച്ചും വെട്ടിച്ചുമാണ് പാർട്ടി ഇതുവരെ എല്ലാം പടുത്തുയർത്തിയത് എന്ന് വ്യക്തം. ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ അയാളുടെ മരണശേഷം അയാളെ രക്തസാക്ഷിയായി മാറ്റിയിട്ട് അയാളുടെ പേരിൽ ഫണ്ട് പിരിച്ച് ഇങ്ങനെ കൈയിട്ട് വരാൻ ഇവർക്ക് നാണമില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ് കേരളത്തിന്റെ പൊതുസമൂഹം. ഒപ്പം സഖാക്കളൊക്കെ തന്നെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പാർട്ടിയുടെ നിലപാടിന് എതിരെ തിരിഞ്ഞിരിക്കുന്നു. KK രാഗേഷ് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളും കഴിഞ്ഞ ദിവസം MV ജയരാജൻ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വസ്തുതാവിരുദ്ധവും ശുദ്ധ അസംബന്ധവുമാണ് എന്ന് സഖാക്കൾ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. വി കുഞ്ഞികൃഷ്ണനെ ഒതുക്കാനും അയാളെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനും ഒക്കെ ഉള്ള തീരുമാനമായിരുന്നു ആദ്യം ഉണ്ടായത്. പിന്നീട് കുറെ ആളുകൾ, അതായത് അദ്ദേഹത്തിന്റെ നാട്ടിൽ ആളെ കിട്ടാഞ്ഞിട്ട് അടുത്ത നാട്ടിൽ നിന്ന് വരെ ആളെ ഇറക്കി ഇദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കാൻ, ഇദ്ദേഹത്തെ അപമാനിക്കാനും, ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹത്തിന്റെ കുട്ടികൾ മാത്രം വീട്ടിലുള്ളപ്പോൾ, മകളുടെ കുട്ടികൾ മാത്രം വീട്ടിലുള്ളപ്പോൾ പടക്കമറിയാനും ഒക്കെ. പക്ഷെ അദ്ദേഹം തന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു. അദ്ദേഹം സത്യമായി കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു വാർത്തയും ഇതിന്റെ അഭിമുഖവും സംപ്രേഷണം ചെയ്തതിന് ഏഷ്യാനെറ്റ് ന്യൂസിനെയും അത് ചെയ്ത അതിന്റെ എഡിറ്റർ വിനു വി ജോണിനെയും ഒക്കെ തന്നെ ചീത്ത പറഞ്ഞുകൊണ്ടുമൊക്കെയാണ് നേതാക്കൾ ആദ്യഘട്ടത്തിൽ രംഗത്ത് വന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു ബഹളമൊന്ന് അടങ്ങിയിരിക്കുന്നു. കാരണം കുഞ്ഞികൃഷ്ണനെ പാർട്ടി സഖാക്കൾക്ക് പേടിയാണ്. കാരണം ജനങ്ങൾ ഒന്നാമത് തന്നെ കണ്ണൂരിൽ സ്ത്രീകളടക്കം ഈ സഹകരണ സ്ഥാപനങ്ങളിലെ ഈ ഭീഷണിയും തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് സ്ത്രീകളടക്കം പാർട്ടിക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥ കണ്ണൂരിൽ സംജാതമായിട്ട് കാലം കുറയായി. അതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള തിരിച്ചടികൾക്ക് കാരണമാകും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് കുഞ്ഞികൃഷ്ണനെ പേടിച്ചിട്ട്, കാരണം സത്യം പറയുന്നവരെ പേടിയാണല്ലോ, പേടിച്ചിട്ട് ഇപ്പോൾ എല്ലാം ഒതുക്കി, ഈ വിഷയമേ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞാണ് കണ്ണൂരിലെ സഖാക്കൾ നടക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ ആരും ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ വരാറില്ല, മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല. പ്രതികരിക്കുകയാണെങ്കിൽ തന്നെ അത് പാർട്ടി അന്വേഷിക്കുമെന്നോ അല്ലെങ്കിൽ പാർട്ടി തീരുമാനമെടുക്കുമെന്നോ ഒക്കെ അങ്ങ് പറയും. റിപ്പബ്ലിക് ദിനത്തിൽ പോലും പാർട്ടി കോടതിയും ആരാച്ചാരും ഒക്കെയുണ്ട്.
പാർട്ടി കോടതി കൂടി വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി ശിക്ഷിച്ചതാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ വലിയ തോതിൽ ഇത് വിചാരിക്കാത്ത തരത്തിൽ ഇത് തിരിച്ചടിയായി മാറും എന്നുള്ള കാര്യം മനസ്സിലാക്കി കുഞ്ഞികൃഷ്ണനെ ഭയന്ന് എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ തന്നെ സഖാക്കളുടെ മനസ്സിലുണ്ട്. സഖാക്കൾ ഒന്നടങ്കം കഴിഞ്ഞ ദിവസം ഇടത് സഹയാത്രികനായിരുന്ന റജി ലൂക്കോസ് DNA ന്യൂസിന്റെ അഭിമുഖത്തിൽ സൂചിപ്പിച്ചു. വിശദമായ അഭിമുഖം ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ അദ്ദേഹം സൂചിപ്പിച്ച ചില കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയിടത്തോളം CPM നിന്ന് അല്ലെങ്കിൽ CPM നിന്നുകൊണ്ട് തന്നെ മറ്റു പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് സഖാക്കൾ എത്തിപ്പെട്ടിരിക്കുന്നു. കാരണം അവർക്ക് നിവൃത്തിയില്ല. അവർ ഗതികെട്ട ഒരു പ്രസ്ഥാനത്തിൽ ചെന്നുപെട്ടിരിക്കുന്നു, ജനവിരുദ്ധ പ്രസ്ഥാനത്തിൽ ചെന്നുപെട്ടിരിക്കുന്നു. കുഞ്ഞികൃഷ്ണൻ, ഈ സാധുവായ മനുഷ്യൻ, 74 വയസ്സുള്ള മനുഷ്യൻ അത്ര ചില്ലറക്കാരനല്ല. കണ്ണൂർ ജില്ലയിൽ തന്നെയെങ്കിലും വ്യക്തമായ ഒരു ആധിപത്യം ഉറപ്പിക്കാൻ, ജനകീയ ആധിപത്യം ഉറപ്പിക്കാൻ ആ പൊതുപ്രവർത്തകന് കഴിഞ്ഞു എന്നത് ഒരു ചെറിയ കാര്യമായി നമുക്ക് തള്ളിക്കളയാനാവില്ല. അദ്ദേഹത്തെ ഭയന്നിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്യരുത്, ഒരു ചെറുവിരൽ പോലും അനക്കരുത് എന്ന തിട്ടൂരമിറങ്ങിയിരിക്കുന്നു. ഇനി ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം, വരുന്നിടത്ത് വെച്ച് കാണാം അടുത്ത പാർട്ടി നടപടി എന്താണ്. ഇലക്ഷൻ ആയതുകൊണ്ട് കൂടി ആയിരിക്കാം ഇത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പണ്ടേ തീർത്തേനെ എന്നൊക്കെ ചില കമന്റുകളൊക്കെ ഈ ഇത്തരം വാർത്തകളോട് ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ശരി, കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് കണക്കുകൾ വെച്ച് സത്യമാണ്, ഫാക്റ്റാണ്. ലക്ഷക്കണക്കിന് രൂപ പല ഇനങ്ങളിലായി CPM നേതാക്കൾ വെട്ടിച്ചിരിക്കുന്നു. പൊതുജനങ്ങളുടെ പണം, രാകേഷ് പറയുന്ന പോലെ പൊതുജനങ്ങളുടെ പണം പാർട്ടിയുടെ പണമാണ്, അതുകൊണ്ട് അത് നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയാം എന്നുള്ളതല്ലാതെ ജനങ്ങളാണ് ഏറ്റവും വലുത്, ഇതൊരു ജനാധിപത്യ സംവിധാനമാണ് എന്നുള്ള കാര്യം CPM വൈകാതെ ബോധ്യം.